മക്കളുടെ ശ്രേയസ്സിനും കുടുംബ ഭദ്രതയ്ക്കും ഷഷ്ടിവ്രതമാണ് വരാനിരിക്കുന്നത്. വ്രതാനുഷ്ഠാന രീതിയെക്കുറിച്ചും ജപമന്ത്രത്തെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. ഏത് കാര്യത്തിലെയും തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഭാഗ്യം തെളിയുന്നതിനും ഫലപ്രദമാണ് സുബ്രഹ്മണ്യ ആരാധന. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാ മാസവും ശുക്ലപക്ഷ ഷഷ്ടിയിലാണ് ഭക്തർ വ്രതാനുഷ്ഠാനം നടത്തുന്നത്. മിഥുനമാസത്തിലെ ഷഷ്ടിവ്രതം 2026 ജൂൺ 20 ശനിയാഴ്ചയാണ് വരുന്നത്. എല്ലാ ദുരിതങ്ങളും നീക്കും. ദുരിതങ്ങൾ നീക്കുന്നതിന് ശത്രുദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം, ഗ്രഹദോഷം എന്നിവയെല്ലാം മാറാനും സുബ്രഹ്മണ്യ ഭജനയാണ് ഏറ്റവും ഉത്തമ പരിഹാരം. രോഗദുരിത ശാന്തിക്കും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും എല്ലാം ഷഷ്ടിവ്രതം എടുക്കുന്നതും സുബ്രഹ്മണ്യ ആരാധനയും വളരെ നല്ലതാണ്. പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ് മുരുക പ്രാർത്ഥനയുടെ പ്രത്യേകത. ഷഷ്ടിവ്രതം എടുത്ത് മുരുകനെ ഭജിക്കുന്നതിലൂടെ എല്ലാ ദുഃഖങ്ങളും നീങ്ങും. സന്താന ഭാഗ്യത്തിനും ഏറ്റവും ഉത്തമമാണ് ഷഷ്ടിവ്രതം. സന്താന ലബ്ധിക്ക് എന്നല്ല, ഇഷ്ടസന്താന ലബ്ധിക്കും മക്കളുടെ എല്ലാവിധ ശ്രേയസ്സിനും ഗുണകരമാണ് മുരുക ഭജനം. മുരുക ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. ഇഷ്ടവിവാഹ ലബ്ധിക്കും ശ്രീ മുരുകന്റെ അനുഗ്രഹം നല്ലതാണ്. മുരുക പത്നിമാരാണ് വള്ളിയും ദേവയാനിയും. പത്നി സമേതനായ മുരുകനെ പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സം നീങ്ങുകയും ഇഷ്ടവിവാഹ ലബ്ധി ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ നീങ്ങുന്നതിനും പരസ്പര ഐക്യത്തിനും ഗുണകരമാണ്. ഷഷ്ടി ദിനത്തിൽ വ്രതം പാലിച്ച് പ്രാർത്ഥന തുടങ്ങാവുന്നതാണ്. വള്ളി ദേവയാനി സമേത ശ്രീ സുബ്രഹ്മണ്യ മൂർത്തയേ നമ എന്ന നാമം ഷഷ്ടി ദിവസം തുടങ്ങി 41 ദിവസം 41 തവണ വീതം രാവിലെയും സന്ധ്യയ്ക്കും ജപിക്കുക. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറുന്നതാണ്. ഇഷ്ടവിവാഹ ലബ്ധിക്കും ഏറെ ഗുണകരമാണ് ഈ മന്ത്രം. ഓം വജൽ ഭൂവേ നമ എന്നതാണ് സുബ്രഹ്മണ്യ മൂലമന്ത്രം. സുബ്രഹ്മണ്യ ഗായത്രിയാണ്. സനൽകുമാരായ വിദ്മഹി ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. ഈ മന്ത്രങ്ങൾ ദാമ്പത്യ ഭദ്രതയ്ക്കും ദാരിദ്ര്യ ദുരിത ശാന്തിക്കും എല്ലാം ഉത്തമമാണ്. ഇത് നിത്യവും ജപിക്കാവുന്ന മന്ത്രങ്ങളാണ്. എന്നിരുന്നാലും ഷഷ്ടി ദിവസം വ്രതമനുഷ്ഠിച്ച് ഈ മന്ത്രങ്ങൾ ജപിക്കുക. കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. ഷഷ്ടി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. എല്ലാ മാസവും വെളുത്തപക്ഷ ഷഷ്ടിക്കാണ് വ്രതമനുഷ്ഠിക്കേണ്ടത്. ശനിയാഴ്ചയാണ് ഷഷ്ടി ദിവസം വരുന്നത്. അതിന് തലേ ദിവസമായ പഞ്ചമി ദിനത്തിനും പ്രാധാന്യമുണ്ട്. തലേ ദിവസം പൂർണ്ണ ഉപവാസം അല്ലെങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് മറ്റ് വ്രതനിഷ്ഠകളെല്ലാം പാലിച്ചുകൊണ്ട് വ്രതമെടുക്കണം. ഷഷ്ടി ദിവസം രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ജപിച്ച് ശ്രീമുരുക ക്ഷേത്ര ദർശനം നടത്തണം. ഷഷ്ടി ദേവിയുടെ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. കഴിയുന്ന വഴിപാടുകളും അന്നദാനവും നടത്തണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രധാനമാണ് അഭിഷേകം. അഭിഷേകപ്രിയനായ സ്വാമിക്ക് കഴിയുന്ന അഭിഷേകങ്ങളെല്ലാം നടത്താവുന്നതാണ്. അഭിഷേകങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ അഭിഷേകങ്ങളൊക്കെ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അന്നദാനവും നടത്താവുന്നതാണ്. സ്കന്ദപുരാണം പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. ഷഷ്ടി പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യം കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഷഷ്ടി വ്രതാനുഷ്ഠാന രീതി. അപ്പോൾ ഏവർക്കും ശ്രീ മുരുകന്റെ അനുഗ്രഹത്താൽ ഷഷ്ടിവ്രതം എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആത്മീയമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.